ഒരു കുഞ്ഞിനെ കൊന്നവനെ 20 വർഷം ജയിലിലിട്ടും വധശിക്ഷയുടെ ആ തൂക്കുകയർ അങ്ങ് മുഖത്തലപ്പിലെത്തിയപ്പോൾ കോടി രൂപ മനുഷ്യർ പിരിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ വെളിച്ചം പോലും കാണില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം അനുഭവിച്ചറിഞ്ഞ നാട്ടിൽ നിന്നുകൊണ്ട് ഒരർത്ഥവുമില്ലാതെ അതിനെയും ചിലരൊക്കെ ആഘോഷമാക്കി മാറ്റുന്ന വേളയിലാണ് ഒരു പൊടിക്കുഞ്ഞിനെ ഒരമ്മയും ഒരു മഹാഫ്രോഡായ തെമ്മാടിത്തെണ്ടിയായ ഒരുത്തനും ചേർന്ന് കൊന്നുകളഞ്ഞ വാർത്ത അത് വായിക്കാനാവാതെ പറയാനാകാതെ വീർപ്പുമുട്ടിയിരിക്കുകയായിരുന്നു. എങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആത്മാവ് ചിലപ്പോൾ പൊറുക്കില്ലെന്നും ഈ സാക്ഷിയായ കാലം നമ്മളോട് കരുണ കാണിക്കില്ലെന്നുമുള്ള തോന്നലിൽ കൂടിയാണ് അതിപ്പോൾ പറയുന്നത്. കാരണം പറഞ്ഞാൽ ഏത് ഭാഷയിൽ പറയണമെന്നും എങ്ങനെ പറയണമെന്ന് പോലും തിട്ടമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഒരു പ്രണയനൈരാശ്യത്തിൽ ഒരുത്തനൊരു കൊലപാതകം നടത്തി അവനെ മണിക്കൂറുകൾക്കകം ആൾക്കൂട്ടം അടിച്ചു കൊന്ന വാർത്ത. ഞാനതിന് തലക്കെട്ട് കൊടുത്തത് അങ്ങനെയെങ്കിലും നീതിയായത് കണ്ടതിൽ സന്തോഷം എന്നാണ്. സത്യത്തിൽ യവനെപ്പോലെയുള്ള ഒരു ഫ്രാഡിനെ, അതിനു മുമ്പ് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ അടക്കം ഏറ്റവും മൃഗീയമായി ഏറ്റവും ഹീനമായി കൈകാര്യം ചെയ്തിട്ട് വീണ്ടും സർവ്വതാ യോഗ്യനെപ്പോലെ നിങ്ങൾ ആ 3 ചിത്രങ്ങളിലൊന്ന് മാറിയും തിരിഞ്ഞും നോക്കണം. ആ ചിത്രങ്ങൾ ചില കഥകൾ പറയും. അത് പക്ഷേ പറഞ്ഞു പോകുന്നത് ഇന്നത്തെ കാലത്തിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറയാതിരിക്കുന്നതാണ്. അത്തരമൊരു തെമ്മാടിത്തെണ്ടിയെ അവന് വീണ്ടും ജീവിക്കാൻ അവസരം നൽകി അതൊരു പൊടിക്കുഞ്ഞിനെ കൊല്ലുന്ന അവസ്ഥയിലേക്കെത്തിയ അത് നിരപരാധിത്വത്തിൻ്റെ നിഷ്കളങ്കമായ ആ ഒരു വേദനയുണ്ടല്ലോ, അത് ഹൃദയത്തിൽ മാറാതൊരു ഭാരം പോലെ നിൽക്കുന്നു എന്നതായിരുന്നു അതിൻ്റെ ഒരു സത്യം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു കയറിൻ്റെ തലയ്ക്കൽ എവിടെയെങ്കിലും കെട്ടി അവസാനിച്ചിരുന്നുവെങ്കിൽ 2 കുലദ്രോഹികളും സാമൂഹ്യദ്രോഹികളും സാമൂഹ്യ വിരുദ്ധരും അങ്ങില്ലാതാവുകയും ആ കുഞ്ഞിനെ ആരെങ്കിലും എടുത്ത് വളർത്തുകയും ഒക്കെ ചെയ്തേനെ. ഇതുപോലെ പല സ്ഥലങ്ങളിലും തൊടുപുഴയിലും പിന്നെ ചാത്തന്നൂരും ഒക്കെ ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളിലൊക്കെ കഠിന തടവ് എന്ന പേരിൽ പലതും നൽകുകയും അതൊക്കെ പിന്നെ കഠിനവും അതിൻ്റെ അപ്പുറവുമൊക്കെയായി മറ്റ് ചില ഭാവങ്ങളിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് കാരണവരെന്ന അമ്മായിയപ്പനെ കൊന്ന ഷെറിൻ്റെ കഥയിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അത്ര ഹീനമായി കൊന്നിട്ട് പോലും വളരെ സുഖസമൃദ്ധിയോടെ സുന്ദരിക്കുട്ടിയായി ഇനി പുറത്തിറങ്ങാൻ ഒത്താശ ചെയ്തു കൊടുക്കാൻ മന്ത്രിമാരും മന്ത്രിക്കൊപ്പമുള്ളവരും ബാക്കിയുള്ളവരും എല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതും കേരളം കണ്ടതാണ്. ആ സമൂഹത്തിൽ ഇതുപോലൊരു പിഞ്ചു കുഞ്ഞിനെ മക്കളില്ലാത്ത എത്രയോ പേർ സങ്കടത്തോടെ നിരാശയോടെ ഈ പറയുന്ന ആശുപത്രി തിണ്ണകൾ തോറും ലക്ഷങ്ങൾ പൊടിച്ച് ചിലത് ഫലപ്രദമാകാതെ മാരകമായ രോഗങ്ങളും മറ്റു പല അനുബന്ധ അസുഖങ്ങളും കൊണ്ട് വീർപ്പുമുട്ടി കഴിയുന്നവരും പിന്നെ കിട്ടിയവർ പൊന്നുപോലെ തറയിൽ വെക്കാതെ വളർത്തുന്നവരുമായ ഒരുപാട് രക്ഷകർത്താക്കൾ, ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുള്ളപ്പോഴാണ് ആ നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും എനിക്ക് ധൈര്യം വന്നില്ല. കാരണം അങ്ങനെ മരിച്ചവനാണവൻ എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അത്ര ഹീനമായിട്ടാണ് കൊന്നത്. യഥാർത്ഥത്തിൽ 3 മാസത്തിനകം, അതായത് ഈ കുഞ്ഞിൻ്റെ ശരീരം മുഴുവനായി ഇല്ലാതാകുന്നതിന് മുമ്പ് 3 മാസത്തിനകം ഇവർക്ക് 2 പേർക്കും വധശിക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള എല്ലാ കേസുകളും മാറ്റിവെച്ച് ഏതെങ്കിലും കോടതിക്ക് സാധിച്ചാൽ നന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ പോലീസുകാരോ മറ്റോ ചെയ്യേണ്ടത് തെളിവെടുപ്പിനോ വല്ലതും കൊണ്ടുവരുമ്പോൾ പെരിയെ ഒന്ന് മാറിക്കൊടുത്താൽ കേരളത്തിനും സമൂഹത്തിനും മനസ്സിനും മാനവരാശിക്കും സന്തോഷമാകും വിധം ജനങ്ങൾ കൈകാര്യം ചെയ്ത് ആ കേസിലൊരു തീർപ്പുണ്ടാക്കിയേനെ. പക്ഷേ നിർവാഹമില്ലല്ലോ. ഏതായാലും ഇനിയും വേണമെങ്കിൽ അവന് പുറത്തിറങ്ങി വേറെ കെട്ടാം. നർത്തകിയാണത്രേ, അമ്മ ഡാൻസുകാരിയാണ്, ഡാൻസിന് പോകാൻ പറ്റാത്തതുകൊണ്ടാണത്രേ. ഇവനൊക്കെ സൈക്കോ ക്രിമിനലാണ്, സൈക്കോ ക്രിമിനൽ. ഇവനെയൊക്കെ സൈക്കോ ക്രിമിനലായിട്ട് പ്രഖ്യാപിക്കണം. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മറ്റ് വനിതാ ശിശുക്ഷേമ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നവരോട് പറയാനുള്ളത്, 2ാം വിവാഹത്തിൻ്റെ വേളയിൽ ശിശുക്ഷേമ സമിതിയുടെ അനുവാദം വേണമെന്ന ഒരു നിയമനിർമ്മാണം കൂടി സഭയിൽ നടത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ശിശുക്ഷേമ സമിതിയെ അറിയിക്കണം, 2ാമത് വിവാഹം കഴിക്കാൻ പോകുന്നു, തങ്ങളുടെ കുഞ്ഞിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് അവരെങ്കിലും ഉറപ്പുവരുത്തി ഒരു നിയമപരമായ പ്രക്രിയയ്ക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും ആരെങ്കിലും വന്ന് നോക്കുന്നത് ഒരു ഉചിതമായ കാര്യമാണ്. വയോജന വകുപ്പും വൃദ്ധജന വകുപ്പും ഒക്കെ വേണം. അതൊക്കെ ഒന്നുമല്ലെങ്കിലും
ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയവരാണ്. ഇത് ഒരു ഭാവവുമില്ലാതെ നിഷ്കളങ്കമായി ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞാണ്. അവൻ അറിഞ്ഞുപോലും കൂടാ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്ന്. അത് സഹിക്കേണ്ടി വരുന്ന കുഞ്ഞിൻ്റെ മനസ്സെന്ന് ആലോചിച്ച് നോക്കൂ. ആ നിമിഷങ്ങളിൽ അവൻ സംരക്ഷണവും സ്നേഹവും ഇഷ്ടവും ആഗ്രഹിക്കുന്നവർ ഇത്ര ക്രൂരമായി കൊല്ലുമ്പോൾ യവനൊക്കെ നൽകേണ്ട ശിക്ഷ എന്താണ്? അതുകൊണ്ട് നിർബന്ധമായും ഈ രണ്ടാം വിവാഹത്തിൽ, കാരണം രണ്ടാം വിവാഹത്തിൽ എല്ലാവരും കൂടി നിർബന്ധിച്ച് അല്ലെങ്കിൽ അവരവരുടെ സവിശേഷമായ രോഗശമനത്തിന് ഏതെങ്കിലുമൊക്കെ വായിൽ പോകുന്ന താന്തോന്നി തെണ്ടി തെമ്മാടികളെ കൊണ്ടുവരുമ്പോൾ അത് രണ്ടുപേരും അവരവരുടെ സ്ഥലങ്ങളിൽ, ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ലിംഗത്തിലൊക്കെ ഇത് വെച്ച് കുത്തിയതിന് പകരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയിട്ടിരുന്നെങ്കിൽ കുറച്ചൊരു ന്യായമാകുമായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു അനിവാര്യമായേണ്ടത്. ഏതായാലും നിർവാഹമില്ല. ഞാൻ പറഞ്ഞു തീർത്തത് എൻ്റെ മനസ്സിൻ്റെ ഒരു ആശ്വാസത്തിനാണെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എന്നെ ഓർത്ത് ലജ്ജിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച്.